ഹലോ, ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് ദിവസം ഏറ്റവും കൂടുതൽ കേൾക്കാൻ പോകുന്നത് ഈ ഒരു വാക്കായിരിക്കുമല്ലേ, എക്സാം എന്ന് പറയുന്നത്. ബോർഡ് എക്സാം, എൻട്രൻസ് എക്സാം എന്നൊക്കെ പറഞ്ഞാൽ ആകെ മൊത്തം ഒരു ബഹളാണ്. ഈ ഒരു എക്സാം സ്ട്രെസ് നമ്മൾ എങ്ങനെ മാനേജ് ചെയ്ത് നമുക്ക് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റുമെന്ന് നോക്കിയാലോ. നമസ്കാരം, എൻ്റെ പേര് അഖില കൃഷ്ണ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ്, നായസ് ഹോസ്പിറ്റൽ, കൊച്ചി. ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ, സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെ വളരെ നോർമൽ ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ആണ്. ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് സ്ട്രെസ്ഡ് ആവും. പക്ഷെ അമിതമായാൽ അമൃതും വിഷം എന്ന് പറയുന്ന പോലെ കൂടുതൽ സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പെർഫോമൻസ് ലോ ആവും. അപ്പൊ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുക? ഒന്നാമത് നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഡീപ് ബ്രീത്തിങ് എക്സസൈസ് പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ്. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ കിട്ടി കഴിഞ്ഞിട്ട് ഒരു കൂൾ ഓഫ് ടൈം ഉണ്ടാവില്ലേ, ആ ടൈമിൽ അതേപോലെ എക്സാമിന് പഠിക്കുന്ന സമയത്തൊക്കെ ടെൻഷൻ ആവുന്നുണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു 4 സെക്കൻഡ്സ് ഇൻഹെയിൽ ചെയ്യാം, 4 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്തതിന് ശേഷം 4 സെക്കൻഡ്സ് എക്സെയിൽ ചെയ്യുക. ഒരു 4-4-4 എന്നുള്ള രീതിയിൽ അത് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അതിനുശേഷം പിന്നെ നമുക്ക് ചെയ്യാവുന്ന, നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരു 25 മിനിറ്റ്സ് പഠിച്ച് ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക. അറ്റ് സ്ട്രെച്ച് ഒരു 2 hours അല്ലെങ്കിൽ 3 hours ഒക്കെ പഠിക്കാതെ ഇത് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ അതേപോലെ പോസിറ്റീവ് അഫർമേഷൻസ് യൂസ് ചെയ്യുക. ഐ ക്യാൻ ഡൂ ദിസ്, അല്ലെങ്കിൽ നമുക്കിത് പറ്റും എന്നുള്ള രീതിയിൽ പോസിറ്റീവ് അഫർമേഷൻസ് യൂസ് ചെയ്യുക. പിന്നെ ഏറ്റവും ബേസിക് ആയിട്ട് ഈറ്റ് ഹെൽത്തി, ഹൈഡ്രേറ്റ് യുവർ സെൽഫ്, അതേപോലെ നല്ലോണം കിടന്നുറങ്ങുക. അപ്പോൾ എല്ലാവർക്കും വിഷ് യു ഓൾ ദി ബെസ്റ്റ്.